Hello everyone, it's me Neetu and welcome to my channel Neetu Empowerment Hub. Actually, I'm super excited to share ideas and insights that inspires growth and learning. സ്റ്റീഫൻ കോവി എന്ന അമേരിക്കൻ എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം എഴുതിയത് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ആകർഷകമായ വ്യക്തിത്വം നേടിയെടുക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. അപ്പോൾ ആകർഷകമായ ഒരു വ്യക്തിത്വം വേണമെങ്കിൽ റിയാക്റ്റീവിൽ നിന്നും പ്രോ ആക്റ്റീവ് ആയാൽ മതി. സോ വാട്ട് ഈസ് റിയാക്റ്റീവ് ആൻഡ് വാട്ട് ഈസ് പ്രോ ആക്റ്റീവ്? നമ്മുടെ ഈ പുസ്തകത്തിൽ 7 ഹാബിറ്റ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് സ്റ്റീഫൻ കോവി. അതിൽ ഫസ്റ്റ് ഹാബിറ്റ് ആണ് ബി പ്രോ ആക്റ്റീവ്. ഇതാണ് ഞാനിന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് രാഹുൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. രാഹുൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നാൾ മുന്നേ തന്നെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, അതായത് അങ്ങനെയുള്ള ബിസിനസ് പേഴ്സൺസുമായി അദ്ദേഹം ഒരു ഫ്രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഓണ്ടർപ്രീനർഷിപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അദ്ദേഹം എങ്ങനെയാണ് എൻ്റെ ബിസിനസ്സിനെ പ്ലാൻ തയ്യാറാക്കുക എന്ന് പഠിച്ചു. അങ്ങനെ അദ്ദേഹം കൃത്യമായി പ്ലാൻ തയ്യാറാക്കി. ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് എങ്ങനെ, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെ, സെയിൽസ് ചെയ്യുന്നത് എങ്ങനെ, മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഇനി ക്യാഷ് ഫ്ലോ, ക്യാഷ് ഔട്ട് ഫ്ലോ എല്ലാം പഠിക്കുകയും അദ്ദേഹം ക്യാഷ് എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ബെനിഫിറ്റ്സ് ഉണ്ടാകും, കണ്ടിജൻസി എന്തെങ്കിലും വന്നാൽ അതിനെങ്ങനെയാണ് ആ കണ്ടിജൻസി മീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫണ്ട് അദ്ദേഹം അറേഞ്ച് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ബിസിനസ് ഗ്രോത്തിൽ ആയിരിക്കും എപ്പോഴും. അതേസമയം രാഹുൽ എന്ന് പറയുന്നത് ഇതേ സെയിം രാഹുൽ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. അങ്ങനൊരു വ്യക്തി ബിസിനസ് ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് കുറച്ച് കാശ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യമേ തന്നെ കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും. അവർക്ക് എന്തുവായി ബിസിനസ്സിൽ ഒരു മാനേജ് ചെയ്യാൻ അറിയാത്തൊരു ആളാണല്ലോ ഈ ബിസിനസ് നടത്തുന്നത് എന്ന് കസ്റ്റമേഴ്സ് പറഞ്ഞു തുടങ്ങും. ക്യാഷ് ഇൻഫ്ലോയ്ക്ക് പകരം ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. ഫണ്ട് പ്രോബ്ലംസും ആകെ മൊത്തം സ്റ്റാഫ് പ്രോബ്ലവും എല്ലാം കൊണ്ടും അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ ബിസിനസ് ഫ്ലോപ്പായി പോകും. ഇവിടെ ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി സെക്കൻഡ് കേസിൽ റിയാക്റ്റീവ് ആവുകയാണ് ശ്രമിച്ചത്. എന്താണ് റിയാക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം വരട്ടെ, വരുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാം. എനിക്ക് നേരത്തെ കൂട്ടി ആ പ്രോബ്ലം മനസ്സിലാക്കാനും അതിന് നേരത്തെ കൂട്ടി ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് റിയാക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോ ആക്റ്റീവും റിയാക്റ്റീവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രോ ആക്റ്റീവ് ഫോക്കസസ് ഓൺ സൊല്യൂഷൻസ് ആൻഡ് റിയാക്റ്റീവ് പീപ്പിൾ ഫോക്കസസ് ഓൺ പ്രോബ്ലംസ്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, കുട്ടികൾ എക്സാമിന് പഠിക്കുന്ന, അപ്പോൾ എക്സാമിന് പഠിക്കുന്ന ആ ഒരു ടൈമിൽ അവർക്ക് ഒരുപാട് ടൈം കൊടുക്കുകയാണ് പ്രിപ്പറേഷൻ ഹോളിഡേയ്സ് ആയിട്ട്. അപ്പോൾ ആ പ്രിപ്പറേഷൻ ഹോളിഡേയ്സിൽ ചില കുട്ടികൾ അത് യൂസ് ചെയ്യില്ല. അവർ പറയുന്നത് എന്താണ്, ഞാൻ എക്സാമിൻ്റെ തലേദിവസം മാത്രമേ പഠിക്കുന്നുള്ളൂ, ബാക്കി ഡേയ്സ് എനിക്ക് കൂടുതലല്ല, അപ്പോൾ ആ ഡേയ്സെല്ലാം ഞാൻ കളിക്കും, അങ്ങനെ അവർ ചിന്തിക്കും. സോ ആ ലാസ്റ്റ് ഡേയ്സിൽ ഹറി ബറിയായിട്ട് എല്ലാം ചെയ്യുമ്പോൾ അവർക്ക് എന്ത് പറ്റും, സ്ട്രെസ്സ് കൂടും, പഠിച്ചതൊക്കെ മറന്നു പോകും, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റാതാവും. അപ്പം അങ്ങനെയുള്ള പേഴ്സൺസ് ആണ് റിയാക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ പ്രോ റിയാക്റ്റീവ് എന്താണ്, ഓക്കെ എനിക്ക് ഇത്രയും ഡേയ്സ് കിട്ടി, സോ ഞാൻ ഇതെല്ലാം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്ന് കൃത്യമായ പ്ലാനോടുകൂടി അവരുടെ സിലബസിനെ അവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് കറക്റ്റായിട്ട് അതെല്ലാം പഠിച്ച് പോയി ലാസ്റ്റ് ഡേ അത് റിവൈസ് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യും. സോ പ്രോ ആക്റ്റീവും റിയാക്റ്റീവും കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ പ്ലീസ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. See you soon with another video. Bye.